ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം നടക്കും. ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവര് ഇന്നും വാദമുന്നയിക്കും. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ച് ഇന്ന് മുതിർന്ന അഭിഭാഷകനായ ഗോപാൽ സുബ്രഹ്മണ്യവും മുകുൾ റോത്തഗിയും വാദം നടത്തും. സമയം ലഭിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ വാദവും ഇന്നുണ്ടായേക്കും. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഭരണഘടനാപരമായ ഏറെ സങ്കീർണതകളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള വാദമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, പ്രജിൻ, ഈ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും നടത്തി വന്നിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കണ്ഠരര് രാജീവര് അദ്ദേഹത്തിന്റെ വാദം ഉന്നയിച്ചത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും അതിന്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. അതുമാത്രമല്ല, ശബരിമലയിൽ ആചാരം അനിവാര്യമായിട്ടുള്ള ഒന്നാണോ എന്ന് കോടതിക്ക് പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം, അതായത് വെള്ളിയാഴ്ച വാദം ഉന്നയിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. ഇന്നും അദ്ദേഹത്തിന്റെ വാദം തന്നെയായിരിക്കും കോടതിയിൽ തുടരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ശബരിമലയിൽ പുനഃപരിശോധന വേണം, ഈ ഹർജികളിൽ പുനഃപരിശോധന വേണമെന്നുള്ള കാര്യം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിപ്പോകുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഈ ഭരണഘടനാ ബെഞ്ച് പറയുന്നുണ്ട്, ഈ വിലക്ക് മാറ്റണമെന്നുള്ള കാര്യം, യുവതികൾക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് മാറ്റണമെന്നുള്ള കാര്യവുമായി വന്നിട്ടില്ല. ഹർജിയിൽ വന്നിരിക്കുന്നതിൽ തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളല്ല, അത്തരത്തിൽ വിലക്ക് പിന്തുടരുന്ന വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരുടെ കൂടി ഭാഗം കേൾക്കാതെ എങ്ങനെയാണ് ഈ പറയുന്ന വിലക്ക് തെറ്റാണ് എന്ന് പറയുക എന്ന സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം കോടതി നടത്തിയത്. എന്തായാലും ഇന്നും പ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാന സർക്കാർ സമയമുണ്ടെങ്കിൽ വാദിക്കുമെന്നുള്ള കാര്യമാണ്. അതും ഉറപ്പായിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ നടത്താനായിട്ട് സാധിക്കും. എന്തായാലും ഇന്ന് മുൻ തന്ത്രി കണ്ഠരര് രാജയുടെ വാദമാണ് തുടക്കഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള ഗോപാൽ സുബ്രഹ്മണ്യവും മുകുൾ റോത്തഗിയും വാദം നടത്തും. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.